ഹായ്, നമുക്ക് വിജയിക്കുവാനായിട്ട് കഴിയുന്ന ഏറ്റവും നല്ലൊരു പാത്ത് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം എങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഇൻകം ഉണ്ടാക്കുവാനായിട്ട് കഴിയുക എന്നുള്ളത്. നമ്മുടേതായിട്ടുള്ള എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലൊക്കെ നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചതിന് ശേഷം പലപ്പോഴും കൃത്യമായിട്ടുള്ള കരിയർ ഗൈഡൻസ് കിട്ടാതെ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി പല സാഹചര്യങ്ങളിലേക്ക് പോവാം, പിന്നെ അതിനെ തന്നെ ജോലിയായിട്ട് മാറ്റുക, വന്നുപെട്ട സാഹചര്യം അതായതുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ശരിക്കും ഒരു 100 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ തിരഞ്ഞെടുത്ത് അതിലേക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത് മടുപ്പ് കൂടാതെ എത്ര സമയം വേണമെങ്കിലും നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയും. അതിനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ്, അതിനെ ഒരു വരുമാനമാക്കി മാറ്റുവാൻ കഴിയുന്ന സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് നമ്മുടെ ഇഷ്ടത്തെയാണ്. പാഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. പാഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് 5 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ നമ്മുടെ പാഷൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യപ്പെടണം. അതായത് നമ്മൾ എഴുതണം. നമ്മളൊരു പേപ്പറിലൊക്കെ നമ്മൾ ഇനി മുതൽ നമ്മുടെ ശരിയായ പാഷൻ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതുവാനായിട്ട് തുടങ്ങുക. ഒരു ജേണൽ, പാഷൻ ജേണൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കിലേക്ക് നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര ചെയ്താലും മടുത്തു പോവാതെ നമ്മൾ വീണ്ടും 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 ചെയ്യുന്ന കാര്യം എന്താണ്. ചില ആൾക്കാർ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് ധാരാളം സമയം വർക്ക് ചെയ്യും. ചില ആൾക്കാർക്ക് അധികം നേരം കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കില്ല, മറ്റു പല കാര്യങ്ങളാണ്. ചില ആൾക്കാർ കായികമായിട്ട് പല കാര്യങ്ങൾ ചെയ്യും. ചില ആൾക്കാർ ആർട്ടിസ്റ്റാണ്, വരയ്ക്കുമായിരിക്കും, പാടുമായിരിക്കും. അങ്ങനെ പല ആൾക്കാർക്കും ഇഷ്ടങ്ങൾ വേറെയാണ്. എന്നാൽ നിങ്ങളുടെ ഇഷ്ടങ്ങളെ ഒരു പേപ്പറിലേക്ക് എഴുതുക. ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ സ്ക്രീന് മൈൻഡ് മാപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതുപോലെയുള്ള മൈൻഡ് മാപ്പിലൊക്കെ നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്തിടാനായിട്ട് പറ്റും. നിങ്ങളുടെ ഇഷ്ടങ്ങളെ ഒന്ന് നോട്ട് ചെയ്തിടുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. 2, നമ്മുടെ ടാലൻറ്റും സ്കില്ലും എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് ഇൻബൗണ്ട് ആയിട്ട് ചില ടാലൻ്റ് ഉണ്ടായിരിക്കും, സ്കില്ലുണ്ടായിരിക്കും. ഇതിനെക്കുറിച്ച് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു പേപ്പറിലേക്ക് എഴുതുക. എന്തിനാണ് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ എഴുതുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ശരിക്കും നമ്മളൊരു ബിസിനസ്സാണ് ഫോം ചെയ്യാനായിട്ട് പോകുന്നത്. മാസ വരുമാനം കിട്ടുന്ന ഒരു വലിയ സാധ്യതയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സാണ് കൃത്യമായിട്ട് നമ്മുടെ പാഷനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പേപ്പറിലേക്ക് നമ്മുടെ ഇഷ്ടങ്ങളെ എഴുതുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ടാലൻറ്റ്, സ്കില്ല് എന്താണെന്നുള്ളത് എഴുതുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നമ്മുടെ ചില ഏരിയകൾ നമ്മൾ ഇതുവരെയും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാഷൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ഇതുവരെയും നമ്മൾ ഒരു ലോങ് ഡ്രൈവ് ഒന്നും പോയിട്ടില്ല എങ്കിൽ ചില ആൾക്കാർ ഒരു യാത്രയ്ക്ക് പോകുമ്പോഴാണ് അതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ പാഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയുക. അങ്ങനെ നമ്മൾ ഇതുവരെയും ചെയ്യാത്ത പല പുതിയ പുതിയ എക്സ്പീരിയൻസിലൂടെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. ആ എക്സ്പീരിയൻസസ് ചിലപ്പോൾ നമ്മൾ ആൾക്കാരുമായിട്ട് ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതും പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളൊരു പാഷൻ കിടക്കുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ നമ്മൾ പുതിയ പുതിയ എക്സ്പീരിയൻസസിനെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ ലൈഫിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നാൽ അതല്ലാതെ ചില പാറ്റേൺ ഉണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ വളരെയധികം ആക്റ്റീവായിട്ട് ചില കാര്യങ്ങൾ ചെയ്യും, ചിലപ്പോൾ ഡൗൺ ആവും. അങ്ങനെ നമ്മളുടെ ലൈഫിലെ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഒരു പാറ്റേൺ, ഒരു രീതികളെ നമ്മൾ മനസ്സിലാക്കുക. ഏതൊക്കെ സമയത്താണ് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത്, ഏതൊക്കെ സമയത്താണ് നമ്മൾ ഐഡിയലായിട്ട് നിൽക്കുന്നത്, നമ്മുടെ ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. സാധാരണ രീതിയിൽ നമ്മൾ രാവിലെ ഓരോ ദിവസവും എണീക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ സമയത്താണ് നമ്മൾ വളരെയധികം ലേസി ആയിട്ട് പോകുന്നത്, നമ്മുടെ പാറ്റേണിനെ നമ്മൾ തിരിച്ചറിയുവാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ ഫീഡ്ബാക്ക്സ് എടുക്കുക. നമ്മൾ കൂട്ടുകാരുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് എന്നിൽ ഏറ്റവും പ്രത്യേകതയായിട്ട് നിങ്ങൾ കണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊരു വാട്സാപ്പിൽ ചോദിച്ചാൽ പോലും 10 പേരുടെ ചോദിക്കുമ്പോൾ, ആത്മാർത്ഥമായിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ അതിൽ കുറച്ച് പേര് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ നമ്മൾ കാണാത്ത പല കാര്യങ്ങളെയും ചിലപ്പോൾ നമ്മുടെ പാഷനെയും നമ്മളെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ നമ്മുടെ സൗഹൃദങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 5 പോർഷൻസിലൂടെ നമ്മളൊന്ന് കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാഷനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളൊരു ബുക്ക് എടുത്തുകൊണ്ട് നിങ്ങളുടെ പാഷൻ എഴുതുവാനായിട്ട് തുടങ്ങുക. നിങ്ങൾ എത്ര ചെയ്താലും മടുത്തു പോകാത്ത കാര്യങ്ങളെക്കുറിച്ച് എഴുതുവാനായിട്ട് തുടങ്ങുക. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക്
പാഷനാണ്, പക്ഷേ ആ പാഷനെ ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന പാഷനാണോ, ഇത് വാലിഡേറ്റ് ചെയ്യണം. ഇത് ചെയ്യാതിരിക്കുന്ന സമയത്താണ് പലപ്പോഴും നമ്മൾ ബിസിനസ്സിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞിട്ട് പലപ്പോഴും ബുദ്ധിമുട്ട് വരുന്നത്. അതുകൊണ്ട് എല്ലാ പാഷനും അല്ലെങ്കിൽ എല്ലാ ഇഷ്ടങ്ങളെയും നമുക്ക് ചിലപ്പോൾ ഒരു ബിസിനസ് ആക്കാൻ കഴിയുന്നതായിരിക്കില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്, അതിനെ ബിസിനസ്സായിട്ട് ഫോർമാറ്റ് ചെയ്യാൻ കഴിയുന്നതാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാം. ഈ ഒരു വീഡിയോയുടെ താഴെ ഞാൻ ഏറ്റവും അവസാനം 100 കണക്കിന് ഐഡിയാസ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്, ഏതൊക്കെ പാഷനെയാണ് ബിസിനസ് ആക്കാൻ കഴിയുക എന്നുള്ളത്. സോ അതുകൊണ്ട് കണക്റ്റഡ് ആയിട്ട് അവസാനം വരെയും ഈ വീഡിയോയിലായിരിക്കാം. രണ്ടാമതായിട്ട് നമ്മുടെ ഒരു പാഷൻ, ഒരു ഇഷ്ടത്തെ നമ്മളൊരു പേപ്പറിലേക്ക് എഴുതി കഴിഞ്ഞാൽ, എന്ത് പ്രോബ്ലമാണ് നമ്മൾ ഈ ഒരു പാഷനിലൂടെ ഓവർകം ചെയ്യുന്നത് അല്ലെങ്കിൽ സൊല്യൂഷനായിട്ട് മാറുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ നന്നായിട്ട് ബേക്കറി ഐറ്റംസ് ഒക്കെ ചെയ്യുന്ന ആളാണ് എങ്കിലിരിക്കട്ടെ, ഹോം മെയ്ഡ് ആയിട്ടുള്ള വീട്ടിൽ തന്നെ പലഹാരങ്ങൾ പലതൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, കുക്കിംഗ് റിലേറ്റഡ് ആയിട്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാർക്കറ്റുണ്ടോ? മാർക്കറ്റിൽ ഒത്തിരി ആൾക്കാർക്ക് ഇങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള നല്ല പ്രോഡക്റ്റ്സ് ആവശ്യക്കാരുണ്ട്. അപ്പോൾ അത് ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നുണ്ട്. ആ ഒത്തിരി ആൾക്കാർക്ക് ഈ മറ്റു പ്രോഡക്റ്റ്സൊക്കെ കെമിക്കൽ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാൾ മാറ്റിക്കൊണ്ട് നമ്മളുടെ ഒരു ഹോം മെയ്ഡ് ആയിട്ടുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ ഒരു വലിയ പ്രോബ്ലത്തിന് സൊല്യൂഷനായിട്ട് മാറും അല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ പ്രോഡക്റ്റ് ഏതെങ്കിലും രീതിയിൽ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഹാൻഡ് റൈറ്റിംഗ് നന്നായിട്ട് എഴുതാനറിയാം. ഓക്കെ, കുറേ പണ്ട് നിങ്ങൾക്ക് ഹാൻഡ് റൈറ്റിംഗ് മോശമായിരുന്നു, പക്ഷേ നിങ്ങൾ നന്നായിട്ട് ഹാൻഡ് റൈറ്റിംഗ് എഴുതി മറ്റുള്ളവർക്ക് ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിലോ നിങ്ങൾക്ക് അതിനകത്ത് ഇഷ്ടമാണ് മറ്റുള്ളവരെ കൊണ്ട് ഈ കറക്റ്റ് ചെയ്യിക്കുന്നത്, ശരിയായ രീതിയിൽ ഹാൻഡ് റൈറ്റിങ്സ് മെച്ചപ്പെടുത്തുന്ന രീതികൾ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതിലൂടെ, നിങ്ങൾ സഹായിക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ ഹാൻഡ് റൈറ്റിംഗ് മെച്ചപ്പെടുന്നുവെങ്കിൽ അത് വലിയൊരു സാധ്യതയാണ്. അപ്പോൾ അത് വലിയൊരു പ്രോബ്ലത്തെ സൊല്യൂഷനാണ്. അതായത് ഒത്തിരി കുട്ടികൾക്ക് പരീക്ഷയ്ക്കൊക്കെ ഒത്തിരി കാര്യങ്ങൾ എഴുതിയാലും മാർക്കുകൾ കിട്ടുന്നില്ല, നന്നായിട്ട് കാര്യങ്ങൾ അറിയാം, പക്ഷേ അത് നല്ല രീതിയിൽ എഴുതി ഫലിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട്, ഹാൻഡ് റൈറ്റിംഗ് മോശമായതുകൊണ്ട് മാർക്കുകൾ കുറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്കില്ലുണ്ടെങ്കിലോ, ഏതെങ്കിലും കുട്ടികളുടെ ഹാൻഡ് റൈറ്റിംഗ് മെച്ചപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്കൊരു സ്കില്ലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അതാണ് നിങ്ങളുടെ ഒരു പാഷൻ, മറ്റുള്ളവരെ സഹായിക്കുന്നത്, അങ്ങനെയാണ് എങ്കിൽ അതിനെ നിങ്ങൾക്ക് ബിസിനസ് ആക്കാനായിട്ട് കഴിയും. ഇപ്പോൾ എന്ത് പ്രോബ്ലത്തിനെയാണ് നിങ്ങളുടെ പാഷൻ സോൾവ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് കണക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. 3, നമ്മുടെ ഒരു പെർസോണ എന്ന് പറയുന്നത് നമ്മൾ ഏത് തരം ഓഡിയൻസിനോടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്, അവരെയാണ് നമ്മൾ കരുതുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഈ പെർസോണ എന്ന് പറയുമ്പോൾ സാധാരണ ഈ പോലീസുകാരൊക്കെ രൂപരേഖ വരയ്ക്കില്ലേ ഒരു പ്രതിയൊക്കെ കണ്ടുപിടിക്കാനായിട്ട്, അതുപോലെ നമ്മളുടെ കസ്റ്റമറിൻ്റെ ഒരു രൂപരേഖ നമ്മുടെ കയ്യിലുണ്ടാകണം. ഒരു ചിത്രം എന്നുള്ളതല്ല, അതിനുപരി നമ്മുടെ കസ്റ്റമർ ഏത് സ്ഥലത്തുള്ളവരാണ്, അവരുടെ ഏജ് ഏതാണ്, അവർ ഏത് ലൈഫ് സ്റ്റൈലിലുള്ളവരാണ്, അവർ ലേഡീസാണോ ജെൻസാണോ കുട്ടികളാണോ, ഇവരുടെ മൈൻഡ് സെറ്റ് എന്താണ്, ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ നമ്മുടെ കസ്റ്റമർ ആകാൻ സാധ്യതയുള്ളവരുടെ ഒരു രൂപരേഖ നമ്മൾ വരയ്ക്കണം. അപ്പോൾ നമുക്കൊരു പാഷനുണ്ട്, അതൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നോക്കേണ്ടത് ഏത് തരം ഓഡിയൻസിൻ്റെ പ്രോബ്ലമാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കസ്റ്റമർ പെർസോണ. ഞാൻ ഇനി അവസാനം നിങ്ങൾക്ക് ഒരു 100ഓളം ഐഡിയാസ് തരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഐഡിയാസിനെ വെച്ചുകൊണ്ട് ഈ പ്രോസസ്സ്, ഈ 5 P ആണ് ശരിക്കും ഇതിനകത്തുള്ള. 1 പാഷൻ, 2 പ്രോബ്ലം, 1 പെർസോണ, ഇനി 2 കൂടി നമ്മൾ ഷെയർ ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ മനസ്സിലെ പാഷനെ അത് വരുമാനമാക്കി മാറ്റാൻ കഴിയുന്നതാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് കഴിയും. 4മതായിട്ട് നമ്മൾ ഒരു പാഷൻ ഐഡൻറ്റിഫൈ ചെയ്തു, പ്രോബ്ലം കണ്ടുപിടിച്ചു, അതിനുശേഷം അതിന് ഏത് തരം ഓഡിയൻസിനാണ് ആ പ്രോബ്ലം അതിനെ സോൾവ് ചെയ്യാൻ പറ്റുകയൊക്കെ നോക്കി. പക്ഷേ ഇതിന് ആവശ്യമായിട്ടുള്ള പൊട്ടൻഷ്യലുണ്ടോ? പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ആവശ്യക്കാരുണ്ടോ, അതിന് വ്യാപ്തിയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പാഷനുണ്ട്, അതിൽ വലിയൊരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് 1000-ൽ ഒരാൾക്കാണ്, അല്ലെങ്കിൽ വളരെ കുറച്ച് പേര് എവിടെയൊക്കെയുള്ള വളരെ കുറച്ച് പേർക്കാണ് ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ബിസിനസ്സാക്കി കഴിഞ്ഞാൽ ആൾക്കാർ കിട്ടില്ല. അപ്പോൾ അത്രയും ആവശ്യക്കാരുണ്ടോ, മാർക്കറ്റിൽ അതിനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ടോ? ഇപ്പോൾ നിങ്ങൾ ബിസിനസ്സായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 100 കസ്റ്റമർ കിട്ടിയാൽ പിന്നെ കസ്റ്റമർ കിട്ടാതിരിക്കുന്ന രീതിയിൽ കസ്റ്റമർ തീർന്നു പോകുമോ? അതായത് അത്ര റെയർ ആയിട്ടുള്ള കസ്റ്റമേഴ്സാണോ, അതോ ഒത്തിരി ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം ബിസിനസ് ആകുന്ന സമയത്ത് ഒരു 6 മാസം ചെയ്തിട്ട് തീർക്കാനല്ല, നമ്മൾ ലൈഫ് ടൈം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് നമ്മുടെ പാഷൻ ബേസ്ഡ് ബിസിനസ്. അപ്പോൾ അത്രത്തോളം വ്യാപ്തിയിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് അതിന് പൊട്ടൻഷ്യലുണ്ടോ, സാധ്യതയുണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഫൈനലി ഇതിനെല്ലാം പേയ്മെൻ്റ് ആക്കി മാറ്റുവാൻ കഴിയുന്നുണ്ടോ? കാരണം എല്ലാം വളരെ ഭംഗിയായിട്ട് പറഞ്ഞാലും കസ്റ്റമർ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളൊരു വലിയ പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ട്,
അതിനുള്ള പൊട്ടൻഷ്യൽ കസ്റ്റമറെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അതിന് ആവശ്യത്തിനുള്ള ആൾക്കാരും ഉണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ ആൾക്കാർ പൈസ തരുവാൻ തക്കവണ്ണം നിങ്ങളുടെ ആ ഒരു ബിസിനസ്സിനെ നിങ്ങൾക്ക് ഫോം ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് ചെറുതും വലുതും ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾക്കൊരു പേയ്മെൻ്റ് ആക്കി മാറ്റാൻ കഴിയുന്നുണ്ട്. ചെറുതും വലുതും എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു മാസം ഒരു നിശ്ചിത എമൗണ്ട് ഉണ്ട്. ചിലപ്പോൾ ഒരു 1 ലക്ഷം രൂപയായിരിക്കാം, 2 ലക്ഷം ആയിരിക്കാം, അതിന് മുകളിലായിരിക്കാം. പക്ഷേ അത്രയെങ്കിലും നമുക്ക് ഒന്ന് കിട്ടിയാലാണ് ശരിക്കും അതിനൊരു ബിസിനസ്സായിട്ട് ഫോം ചെയ്യാൻ കഴിയുക. കാരണം മന്ത്ലി ധാരാളം എക്സ്പെൻസസ് ഓരോരുത്തർക്കും ഉണ്ട്. ഓരോ ദിവസം കഴിയുമ്പോഴും എക്സ്പെൻസസ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കൊരു നിശ്ചിതമായിട്ട് വളരെ മുട്ടായി ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞാൽ, ആ മുട്ടായിക്ക് വളരെ ചെറിയ പൈസയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും വലിയ വ്യാപ്തിയിൽ അത് എത്തിച്ചാൽ മാത്രമേ നമുക്ക് മന്ത്ലി ഒരു വരുമാനം കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾ യുണീക്കായിട്ടുള്ളൊരു മുട്ടായിയാണ് എന്ന് പറഞ്ഞാലും ആ മുട്ടായി മാർക്കറ്റിലേക്ക് പോയി അത്രയും വ്യാപ്തിയിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഒരു മാസം നമ്മൾ 100 മുട്ടായി വിറ്റാൽ ചിലപ്പോൾ നമുക്ക് ജീവിക്കാനുള്ള വരുമാനം അതുകൊണ്ട് കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് കുറച്ചുകൂടെ മെച്ചപ്പെട്ട് നമുക്ക് പേയ്മെൻറ്റ് കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ചിന്തിക്കുക. എനിക്ക് ഇത്ര പ്രോഡക്റ്റ് ഇത്ര പേർ വാങ്ങിയാൽ, ഉദാഹരണത്തിന് നിങ്ങളുടെ പ്രോഡക്റ്റിന് ഒരു 5000 രൂപയാണെങ്കിൽ അതിനെ വെച്ചിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ് മെച്ചപ്പെടുത്തുന്നത് നിങ്ങൾ സഹായിച്ചു കൊടുക്കുമ്പോൾ ഒരു 3000 രൂപയാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ഒരു 10 പേരാകുമ്പോൾ നിങ്ങൾക്ക് എത്രയായി അല്ലേ, 30,000 രൂപ. അപ്പോൾ നമുക്ക് അതൊരു 30, 40, 50 പേര് ഒരു മാസം ആ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ, നമുക്ക് സർവീസ് കൊടുക്കാൻ കഴിഞ്ഞാൽ ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് മുകളിലായി. പിന്നെ ഇത് ഓട്ടോമേറ്റ് ചെയ്ത് നമുക്ക് റെക്കോർഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കോഴ്സ് ഫോർമാറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും എൻ്റെ ഫ്രീഡം ബിസിനസ് മോഡലിലുള്ള പ്രോഡക്ട്സുകൾ, കോഴ്സസ് പല ആൾക്കാരും ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് റെക്കോർഡഡ് ആയിട്ടുള്ള കോഴ്സസ് കൊടുക്കാം. അതിനുശേഷം ലൈവ് ആവശ്യമായ സമയങ്ങളിൽ ലൈവായിട്ട് കൊടുക്കാനായിട്ട് കഴിയും. അങ്ങനെ നമുക്കൊരു എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യാനായിട്ട് കഴിയും. ഫൈനലി നമുക്ക് നമ്മുടെ പാഷനെ പേയ്മെൻ്റ് ആക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. സോ നിങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 100 ഐഡിയാസിലേക്ക് നോക്കാം. എന്തൊക്കെ സാധ്യതകളാണ് നമ്മുടെ ബിസിനസ്സിൽ ഒരു പാഷനെ ബിസിനസ്സാക്കി മാറ്റാൻ കഴിയുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓരോന്നോരോന്നായിട്ട് ഞാനിവിടെ പറയാം. ഒന്ന്, ഫോട്ടോഗ്രാഫി ബിസിനസ്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, ഒത്തിരി ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോട്ടോഗ്രാഫി ഉണ്ട് എങ്കിൽ, നിങ്ങൾക്ക് അതിനോട് വലിയ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം എങ്ങനെ മൊബൈലിലൂടെ നല്ല രീതിയിൽ ആ ഫോട്ടോസ് എടുക്കാനായിട്ട് കഴിയും, വീഡിയോസ് എടുക്കാനായിട്ട് കഴിയും, മറ്റുള്ളവർക്ക് പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി എടുത്തു കൊടുക്കാൻ പറ്റും. അങ്ങനെ ധാരാളം സാധ്യതയുണ്ട്. മൊബൈലിൻ്റെ മാത്രമല്ല, പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ അതിനെ നിങ്ങൾക്ക് ബിസിനസ്സാക്കി മാറ്റുവാനായിട്ട് കഴിയും. 2, ഹോം മെയ്ഡായിട്ടുള്ള ജൂവലറി മേക്കിംഗ്. ജൂവലറി ഐറ്റംസ് നമ്മൾ ഹോം മെയ്ഡായിട്ട് ചെയ്യും. അതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനെ ബിസിനസ് ആക്കാം. ഫിറ്റ്നസിൻ്റെ കോച്ചിങ്സ് ചെയ്യാം. പേഴ്സണൽ ട്രെയിനിങ്സ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് കഴിയും. യോഗ ട്രെയിനിങ് കൊടുക്കാനായിട്ട് കഴിയും. കുക്കിംഗ് ക്ലാസ്സസ് ചെയ്യാം. ബേക്കിംഗ് ബിസിനസ്സസ് ചെയ്യാം. ഫുഡ് ബ്ലോഗിങ്സ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും. കേക്ക് ഡെക്കറേഷൻ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും. കാറ്ററിംഗ് സർവീസ് ചെയ്യാം. ഗാർഡനിങ് കൺസൾട്ടൻസി ചെയ്യാൻ പറ്റും. ഗാർഡനിങ് ഒക്കെ ചെയ്യുന്നതിന് മറ്റുള്ളവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാം. നിങ്ങൾ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഗാർഡനിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് അതിനെ പരിപാലിക്കേണ്ടത്, അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. ലാൻഡ്സ്കേപ്പ് ഡിസൈൻസ് ചെയ്യാം. ഇൻറ്റീരിയർ ഡിസൈനിങ്സ് ചെയ്യാം. ഡെക്കറേഷൻസ് ചെയ്യാം. ഫർണിച്ചർ മേക്കിങ്സ് ചെയ്യാൻ പറ്റും. വുഡ് വർക്കിംഗ് നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ ധാരാളം ആർട്ട് ഗാലറി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും. പെയിൻറ്റിങ് ക്ലാസ്സസ് ചെയ്യാൻ പറ്റും. ആർട്ട് ക്രിയേഷൻ ചെയ്യാം. ഗ്രാഫിക് ഡിസൈനിങ് നിങ്ങൾക്ക് താല്പര്യമുള്ളതാണെങ്കിൽ അത് ചെയ്യാം. വെബ്സൈറ്റ് ഡിസൈനിങ്സ്, മൊബൈൽ ആപ്പ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, വീഡിയോ ഗെയിംസ്, യൂട്യൂബ് കണ്ടൻറ് ക്രിയേഷൻസ്, പോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ മനോഹരമായിട്ട് സംസാരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ശബ്ദം കൊണ്ട് ആൾക്കാരെ കണക്ട് ചെയ്യാൻ കഴിയും. പോഡ്കാസ്റ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് ബിസിനസ് ആക്കാം. മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യാം. DJ സർവീസസ് ചെയ്യാനായിട്ട് കഴിയും. നിങ്ങൾക്ക് വീഡിയോ കോച്ചിങ്സ് ചെയ്യുവാനായിട്ട് കഴിയും. അതോടൊപ്പം തന്നെ വർക്ക്ഷോപ്പുകൾ ചെയ്യാം. ഫിലിം പ്രൊഡക്ഷൻ ചെയ്യാം. ഫോട്ടോഗ്രാഫി വർക്ക്ഷോപ്പുകൾ ചെയ്യാം. ഫോട്ടോഗ്രാഫിയുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് കഴിയും. ട്രാവൽ ബ്ലോഗുകൾ ചെയ്യാനായിട്ട് കഴിയും. നിങ്ങൾക്ക് ടൂർ ഗൈഡിങ്സ് കൊടുക്കാം. നിങ്ങൾക്ക് ലാംഗ്വേജ് ട്രെയിനിങ്സ്, ട്യൂട്ടറിങ് കൊടുക്കാനായിട്ട് കഴിയും. ഓൺലൈൻ കോഴ്സസ് ചെയ്യാം. ബുക്ക് ചെയ്യാൻ കഴിയും. സെൽഫ് പബ്ലിഷിംഗ് ഓതർ. ഇപ്പോൾ സ്വന്തമായിട്ട് ഒത്തിരി ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ബുക്കുകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബുക്ക് സ്വന്തമായിട്ട് പബ്ലിഷ് ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ബിസിനസ് ആക്കാം. SEO കൺസൾട്ടിങ്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പേഴ്സണൽ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. എങ്ങനെയാണ് നമ്മുടെ ഒരു പേഴ്സണൽ മാത്രമല്ല പബ്ലിക് റിലേഷൻസ് എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയും. ഒരു വെഡ്ഡിങ് പ്ലാന്, അതുപോലെ തന്നെ ഫ്ലോറൽ ഡിസൈൻസ്, ക്ലോത്ത് ഡിസൈൻസ്, ടൈലറിങ്, ഫാഷൻസ്, ബ്യൂട്ടി, സ്കിൻ കെയർ, ഇങ്ങനെ സ്പാ, മെസ്സേജ്, പേഴ്സണൽ
ഷെഫ് സർവീസസ്, ന്യൂട്രീഷൻസ്, ഡയറ്റ്, ഹെൽത്ത്, പേഴ്സണൽ, ഹോം, ധാരാളം ക്ലീനിങ് സർവീസസ്, ഇങ്ങനെ ഒരു കൂട്ടം സർവീസസ്, പെറ്റ് സർവീസ്. ഇപ്പം പല ആൾക്കാർക്കും ഈ പെറ്റിനെ നന്നായിട്ട് വളർത്തു മൃഗങ്ങളെയൊക്കെ പരിപാലിക്കുന്ന ഒരു ഹോബി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മടുത്തു പോകാതെ ചെയ്യുന്നത് ഈ പെറ്റ്സുമായിട്ടുള്ള കാര്യമാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ബിസിനസ് ആക്കാനായിട്ട് കഴിയും. അതോടൊപ്പം തന്നെ ധാരാളം ബേഡ്സ്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി, ഇതിൻ്റെ ലിസ്റ്റ് ഞാൻ മുഴുവനുണ്ട്. ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലും കൂടെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് പിന്നീട് വീഡിയോ അല്ലാതെ നോക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നോക്കിയെടുക്കാനായിട്ട് കഴിയും. ഓക്കെ. അതോടൊപ്പം തന്നെ കുട്ടികളുടെ ബുക്കുകളിലുള്ള ഇല്ലുസ്ട്രേഷൻസ്, വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള, അത് പാഷനുള്ളതാണെങ്കിൽ അത് ചെയ്യാം. ടോയ്സ്, കളിപ്പോട്ടങ്ങൾ ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യുകയും ചെയ്യാം, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ആ രീതിയിലൊക്കെ വരുമാനം ഉണ്ടാക്കാൻ കഴിയും. കുട്ടികളെയൊക്കെ കെയർ ചെയ്യുന്ന ചൈൽഡ് കെയർ ആണെങ്കിൽ അത് ചെയ്യാം. ഇങ്ങനെ ധാരാളം സാധ്യതകളാണ് നമ്മുടെ ഉള്ളിൽ മറിഞ്ഞു കിടക്കുന്നത്. ഞാനൊരു 100 എണ്ണം മാത്രമാണ് കാണിച്ചത്. പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യത്തെ ഈ ഒരു പ്രോസസ്സിലൂടെ ഒന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങളുടെ പാഷൻ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. 2, എന്ത് പ്രോബ്ലത്തിനാണ് അത് സൊല്യൂഷൻ ആകുന്നത്. 3, അതിൻ്റെ ഒരു പെർസോണ, ഏത് തരം ഓഡിയൻസ് ആണ് അതിനെ വാങ്ങാൻ സാധ്യതയുള്ളത്, അതിൽ എത്രത്തോളം ആൾക്കാരുണ്ട്, വളരെ കുറച്ച് പേരാണോ കൂടുതൽ ആൾക്കാരുണ്ടോ, അതിനുശേഷം എത്ര രൂപയൊക്കെയാണ് നമുക്ക് സാധാരണ ഇതിനെ വിൽക്കാൻ കഴിയുക, എത്ര പ്രോഡക്റ്റ് വിറ്റാൽ നമുക്ക് മന്ത്ലി എത്ര രൂപ കിട്ടും, അതിന് പേയ്മെൻ്റ് ആക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. ഈ രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി മുന്നോട്ട് പോകാനായിട്ട് കഴിയും. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ തെറ്റായ വഴികളിൽ കുറേ പോയിട്ട് തിരിഞ്ഞു വരുന്നേക്കാളും ഏറ്റവും അധികം സമയം കൊടുക്കേണ്ടത് ശരിയായ വഴി തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ശരിയായ വഴി എന്ന് പറഞ്ഞാൽ എത്ര ചെയ്താലും മടുത്തു പോകാത്തൊരു പാഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് ആ പാഷനെ ബിസിനസ്സാക്കുക. ഇന്നത്തെ കാലത്ത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് കഴിയും. കോഴ്സസ് നമുക്ക് ഓൺലൈനിലായിട്ട് കൊടുക്കാം. നമ്മുടെ വീട്ടിനടുത്തുള്ളവരല്ലാതെ ലോകം മുഴുവനുള്ള ആൾക്കാർക്ക് നമുക്ക് ട്രെയിനിങ്സ് കൊടുക്കുവാനായിട്ട് കഴിയും. മറ്റുള്ളവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഏറ്റവും പ്രധാനം, നമ്മൾ ഈ ക്യാമറയിൽ ഞാൻ നിൽക്കുന്നത് പോലെ നിങ്ങൾക്കും ക്യാമറയിലേക്ക് വരുവാനായിട്ട് കഴിയണം. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ലോകം മുഴുവനുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ ഉള്ളിലെ സ്കിൽ, അത് ഏറ്റവും ചെറിയൊരു കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒത്തിരി ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് മലയാളം നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, എഴുതാനറിയാം. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മലയാളം അറിയാത്ത ഒത്തിരി കുട്ടികളുണ്ട്. അവർ വെക്കേഷനിലൊക്കെ മലയാളം പഠിക്കാനായിട്ട് പല ടീച്ചേഴ്സിൻ്റെ അടുത്ത് വിടാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾ വളരെ ഭംഗിയായിട്ട് മലയാളം ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, എഴുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാംസ് ചെയ്യാം. അപ്പോൾ വിദേശത്തുള്ള കുട്ടികൾക്ക് അതൊരു സർവീസായിട്ട് മാറും. നിങ്ങളുടെ സേവനം കൊടുക്കാം. പക്ഷേ നിങ്ങൾ ക്യാമറയിലേക്ക് വന്ന് നിന്ന്, അത് മലയാളം എന്ന് മാത്രമല്ല ഏത് ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാം. പക്ഷേ വീഡിയോ കോൺഫിഡൻസിലേക്ക് വന്ന് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് ഈ പറയുന്ന രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ചെയ്താലും നിങ്ങൾക്ക് മടുത്തു പോകാതെ വളരെ ഭംഗിയായിട്ട് നിങ്ങളുടെ ഒരു ബിസിനസ് ഫോം ചെയ്യാനായിട്ട് കഴിയും. സോ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ പാഷൻ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു തുടക്കം ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഓരോന്നും നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം. അതോടൊപ്പം തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കമൻറ്റ് അറിയിക്കാം. ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, കാൽസോൾ കമ്മ്യൂണിറ്റി എന്നാണ് അതിൻ്റെ പേര്. ഒരുമിച്ച് ചേർന്ന് നോളജ് ഷെയർ ചെയ്യുന്നൊരു ഹബ്ബാണ്. ഒത്തിരി ആൾക്കാർ സ്വന്തമായിട്ട് പാഷൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിലൂടെ ലക്ഷങ്ങൾ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലൊരു ആർട്ടിസ്റ്റ്, അദ്ദേഹത്തിന് 8 മാസം കൊണ്ട് 65 ലക്ഷം രൂപ ഏൺ ചെയ്യാനായിട്ട് കഴിഞ്ഞത് ഈ ഒരു മോഡലിലൂടെയാണ്. ഞാൻ അതിൻ്റെ വീഡിയോയും ഇവിടെ താഴെ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്കത് വാച്ച് ചെയ്യാം. അതുപോലെ ഒത്തിരി ആൾക്കാർ, നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ പാഷനെ ബിസിനസ്സാക്കി മാറ്റിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മാസം എല്ലാ ചിലവും പോയിട്ട് 1 ലക്ഷം രൂപ കിട്ടിയാൽ അത് തന്നെ ഒരു നല്ല തുടക്കമാണ്. അതും ഇഷ്ടമുള്ള കാര്യം ചെയ്തുകൊണ്ട്. ചിലപ്പോൾ അതൊരു ബാക്കിംഗ് ആയിരിക്കാം, മറ്റു കിച്ചണിൽ റിലേറ്റഡ് കാര്യമായിരിക്കാം, ചിലപ്പോൾ മറ്റേതെങ്കിലും ഗാർഡനിങ് ആയിരിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന മറ്റേതെങ്കിലും ഒരു കാര്യമായിരിക്കാം. പക്ഷേ ആ കാര്യം തിരിച്ചറിഞ്ഞ് അതിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷവും സമാധാനവും ഒത്തിരി പേരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ശരിയായ പാത തിരിച്ചറിയുവാനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. പ്രവീൺ കാൽവിൻ കാൽസ.